മൗത്ത് ബ്രീത്തിങ്. പല ആൾക്കാർക്കും മൗത്ത് ബ്രീത്തിങ് കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് അറിയുകയില്ല. നോർമലി നേസൽ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഹെയിൽ ചെയ്ത എയറിൻ്റെ ഹാർംഫുൾ പാർട്ടിക്കിൾസിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് നമ്മുടെ നേസൽ ക്യാവിറ്റിയുടെ അകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനുള്ള ചാൻസ് എല്ലാം നേസൽ ബ്രീത്തിങ് കൂടെ കുറവായിരിക്കും. അതേസമയം മൗത്ത് ബ്രീത്തിങ് ആണെങ്കിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയറിൻ്റെ ഹാർംഫുൾ പാർട്ടിക്കിൾസ് പ്യൂരിഫൈ ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് നമ്മുടെ മൗത്തിനകത്തില്ല. അതുകൊണ്ട് തന്നെ ക്യാവിറ്റീസ്, പെരിഡോണ്ടൈറ്റിസ്, ജിഞ്ചവൈറ്റിസ് എല്ലാം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്ന പേഷ്യൻസിൽ. കാരണം അവിടെ ഡയറക്റ്റ് ഒരു ജേം അറ്റാക്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. മൗത്ത് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഹെയിൽഡ് എയർ പ്യൂരിഫൈ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് വരുന്നത് അഡിനോഡും ടോൺസിൽസും ആണ്. അപ്പോൾ അതിന് ഓവർ ഗ്രോത്ത് ഉണ്ടാവുകയും അങ്ങനെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മൗത്ത് ബ്രീത്തിങ് ഒരു ഹാബിച്വലായിട്ട് മാറുകയും ചെയ്യുന്നു. കാരണം നേസൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടായിട്ട് വരും അഡിനോഡും ടോൺസിൽസിന് ഓവർ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇതും കൂടാതെ നമ്മുടെ ടങ്ങിൻ്റെ പൊസിഷൻ നേസൽ ബ്രീത്തിങ്ങിൽ നമ്മുടെ പാലറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചീക്ക് മസിൽസിൻ്റെ ഇൻവേർട്ട് പ്രഷറും ടങ്ങിൽ നിന്നുള്ള ഔട്ട്വേർഡ് പ്രഷറും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ അപ്പർ ആർച്ച് ഒരു യു ഷേപ്ഡ് ആർച്ചായിട്ട് മാറുന്നത്. യു ഷേപ്ഡ് ആർച്ച് ആകുമ്പോൾ അവിടെ സഫീഷ്യൻറ്റ് സ്പേസ് ഉണ്ട് നമ്മുടെ ടീത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നേസൽ ബ്രീത്തിങ് പേഷ്യൻസിൽ കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കും നമ്മുടെ ടൂത്ത് ഇരിക്കുന്നത്. നേരെ മറിച്ച് മൗത്ത് ബ്രീത്തിങ് ആവുമ്പോൾ നമ്മുടെ ടങ്ങിൻ്റെ പൊസിഷൻ താഴോട്ടാവുകയും അല്ലെങ്കിൽ ഫ്ലോർ ഓഫ് ദ മൗത്തിലോട്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചീക്കിൻ്റെ ഇൻവേർട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ മൗത്തിനുള്ളിൽ പ്രഷർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അപ്പർ ആർച്ച് ഒരു വി ഷേപ്ഡ് ആർച്ചായിട്ട് മാറും. വി ഷേപ്ഡ് ആർച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യു ഷേപ്ഡ് ആർച്ചിനെക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ടീത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അത്ര സ്ഥലമില്ല. അതുകൊണ്ട് ഓവർ ക്രൗഡിങ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ അലൈൻമെന്റ് എല്ലാം മാറിയിരിക്കും ഇങ്ങനത്തെ പേഷ്യൻസിൽ. അത് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് നോക്കാം. മൗത്ത് ബ്രീത്തിങ് പേഷ്യൻസിൽ എപ്പോഴും കാണുന്നതാണ് ഡ്രൈ മൗത്ത്. അവർ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഡ്രൈ മൗത്ത് ആയിരിക്കും. ബാഡ് ബ്രെത്ത്, ക്യാവിറ്റീസ്, ജിഞ്ചവൈറ്റിസ്, പെരിഡോണ്ടൈറ്റിസ് എല്ലാം പ്രശ്നമുണ്ടാവും. ഇവർക്ക് വരുന്ന ഫേഷ്യൽ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ലോങ് ഫേസ് ആയിരിക്കും അവർക്ക് വരുന്നത്. ഒരു നാരോ ഫേസ് ആയിരിക്കും, റിസീഡഡ് ചിന്നായിരിക്കും, ഗമ്മി സ്മൈൽ. അവർ ചിരിക്കുമ്പോൾ അവർ ഗംസ് കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നു. സോ ഇതിന് പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. കോസസ് എന്ന് പറഞ്ഞാൽ നേസൽ കഞ്ചഷൻ ആണ് മെയിൻ പ്രശ്നം. നേസൽ പോളിപ്സ്, നേസൽ അലർജീസ്, എൻലാർജ് അഡിനോഡ്സ് ഒക്കെയാണ് പ്രശ്നങ്ങൾ. ഇതിന് പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ എന്താണോ നിങ്ങളുടെ അണ്ടർലൈൻ കോസ് അത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നേസൽ പോളിപ്പ് ആണെങ്കിൽ അത് സർജിക്കലി റിമൂവ് ചെയ്യാം. നേസൽ അലർജീസ് ആണെങ്കിൽ അലർജിക് മെഡിക്കേഷൻസ് യൂസ് ചെയ്യാം. നേസൽ അഡിനോഡ് എൻലാർജ്മെന്റ് ആണെങ്കിൽ അഡിനോഡെക്ടമി ചെയ്യാം. പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ മൗത്ത് ബ്രീത്തിങ് ഉള്ള പേഷ്യൻസ് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് പല ഡെന്റൽ പ്രോബ്ലംസും ക്രേനിയോഫേഷ്യൽ പ്രോബ്ലംസും വരാവുന്നതാണ്. താങ്ക് യു.